പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കോച്ച് സെർജിയോ ലൊബേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായി നോട്ടമിട്ടത് സെർജിയോ ലൊബേറയെ തന്നെയായിരുന്നു. ലൊബേറ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ടാർഗറ്റ്. എന്നാൽ അപ്രതീക്ഷിതമായി സ്പാനിഷ് കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റലിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് 2 തവണ ഓഫറുകൾ മുന്നോട്ട് വെച്ചിരുന്നു. സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി 2 കോടിയോളം രൂപ ഒഡീഷ എഫ്സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു. ലൊബേറയ്ക്ക് വേണ്ടി 2 കോടിയോളം മുടക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറുമായിരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഒഡീഷ എഫ്സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒഡീഷ എഫ്സി ആ ഒരു ഓഫർ റിജക്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സെർജിയോ ലൊബേറയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത്. അടുത്തൊരു വാർത്ത, നിലവിലെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എപ്പോൾ ജോയിൻ ചെയ്യുമെന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ എല്ലാം സംശയമാണ്. ഈ ഒരു മാസത്തിന് ശേഷമായിരിക്കും ഡേവിഡ് കാറ്റല ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്തേക്കുക. മാത്രമല്ല ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം അടുത്ത സീസണിലായിരിക്കും വരിക. എന്തായാലും സ്പാനിഷ് കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റലയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത, അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു വിദേശ താരത്തിന്റെ സൈനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല 2-3 ഇന്ത്യൻ സൈനിങ്സും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അനൗൺസ്മെന്റ് ഉടനെ പ്രതീക്ഷിക്കാമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിങ്സ് പറഞ്ഞിരുന്നു. സ്പാനിഷ് താരമായിട്ടുള്ള സെർജിയോ കാസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളെല്ലാം ശക്തമായി പ്രചരിച്ചിരുന്നു. സെർജിയോ കാസ്റ്റൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം പ്രീ കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്തു. ഇപ്പോഴത്തെ ഖേലിനോട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി വ്യക്തമാക്കുന്ന അനുസരിച്ച് ഫെബ്രുവരിയിൽ തന്നെ ഈ ഒരു ഡീല് നടന്നിട്ടുണ്ടായിരുന്നു. സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആശിഷ് നെഗി വ്യക്തമാക്കുന്ന അനുസരിച്ച് ഈ ഒരു ഡീൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെർജിയോ കാസ്റ്റല് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉടനെ ജോയിൻ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ആശിഷ് നെഗി വ്യക്തമാക്കിയിട്ടുള്ളത്. സെർജിയോ കാസ്റ്റലിന്റെ സ്റ്റാറ്റ്സ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് താരമത്ര നല്ല ഫോമിലൊന്നുമല്ല. താരം അവസാനമായിട്ട് കളിച്ച ചില ക്ലബ്ബുകളെല്ലാം മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെ ക്ലബ്ബ് റിലീസ് ചെയ്യുകയായിരുന്നു. പെപ്പർക്ക് പകരമായിട്ടായിരിക്കും സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.